യേശു ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു ശിഷ്യന്മാരോടും തൻ്റെ അടുക്കൽ വന്ന മനുഷ്യരോടും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശുവാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് അർത്ഥത്തിലാണ്? ഇതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒരു കുരുടനായ മനുഷ്യൻ്റെ കണ്ണ് തുറക്കുവാൻ യേശു തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പൂശി ഷീലോഹോം എന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവനവിടെ പോയി കഴുകി. അവന് കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചവൻ മടങ്ങി വന്നപ്പോൾ ചുറ്റുമുള്ളവരും ഇവനെ പരിചയമുള്ളവരും അത്ഭുതത്തോടെ നോക്കിയിട്ട്, ഇവൻ കുരുടനായിരുന്നല്ലോ, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഉത്തരം എൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി. അങ്ങനെയാണ് എനിക്ക് കാഴ്ച ലഭിച്ചത്. കാഴ്ച ലഭിച്ച മനുഷ്യൻ്റെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അതിൽ കൂടുതലൊന്നും അവൻ അറിഞ്ഞുകൂടാ. ഈ സംഭവം താഴോട്ട് വായിക്കുമ്പോൾ പരീശന്മാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. മാതാപിതാക്കളെ വിളിപ്പിക്കുന്നു, സംസാരിക്കുന്നു. മാതാപിതാക്കൾ പറഞ്ഞു, എവിടുന്നാ കാഴ്ച ലഭിച്ചതെന്ന് അറിഞ്ഞുകൂടാ, അവൻ കുരുടനായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെയും ഇവനെ തന്നെ വിളിച്ചു ചോദിക്കുന്നു, നീ സത്യം പറ, എങ്ങനെയാണ് നിനക്ക് കാഴ്ച ലഭിച്ചത്? അപ്പോൾ അവൻ പറയുന്നു 17-ാം വാക്യത്തിൽ, അവനൊരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനാണ് അവൻ എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് അവൻ എത്തുന്നു. പിന്നീടും അതിനെക്കുറിച്ചുള്ള സംസാരവും തർക്കവും ഒക്കെ തുടർന്ന് ഇവൻ്റെ അടുക്കൽ വീണ്ടും ഈ പരീശന്മാർ വന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അതുകൊണ്ട് ഇവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ, അല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ഉത്തരം പറഞ്ഞു. അത് 33-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിന് വരുന്ന വളർച്ച അല്ലെങ്കിൽ വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഇപ്പം അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരീശന്മാർ അവനെ അവരുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു, പുറത്താക്കി കളഞ്ഞു. അങ്ങനെ പുറത്താക്കി കളഞ്ഞപ്പോൾ യേശു അവനെ കണ്ടിട്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനെ, അവൻ ആർ ആകുന്നു, ഞാൻ അവനെ വിശ്വസിക്കാം എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശുവിനെ കർത്താവായിട്ട് ഉൾക്കൊള്ളുമ്പോഴാണ് ആ വെളിച്ചം നമ്മുടെ ഉള്ളിലും പ്രകാശം ആയിത്തീരുന്നത്. യേശുവിനെ രക്ഷകനായി നാം അംഗീകരിച്ചു, പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് നാം മനസ്സിലാക്കി അവനെ ഉൾക്കൊള്ളുമ്പോഴും പൂർണ്ണതയിലെത്തുന്നില്ല. എന്നാൽ അവൻ നമ്മളുടെ കർത്തൃത്വം ഏറ്റെടുക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ നമ്മുടെ കർത്താവായി മാറുകയും അവൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ നമുക്കിടയാകുകയും ചെയ്യുന്നത്. അങ്ങനെ യേശുവാകുന്ന വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ.